വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +2 മാക്രോ എക്കണോമിക് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചർച്ച ചെയ്തതെന്ന് പറയുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരെയുള്ള പോർഷൻസ് ആണ്. ഒരു 2 സെക്ടർ ഇക്കോണമിയിൽ എങ്ങനെയാണ് സർക്കുലർ ഫ്ലോ വർക്ക് ചെയ്യുന്നതെന്ന് വരെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് പോർഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ദയവായിട്ട് അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക, കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് നോക്കാനുള്ള മെയിൻ പോർഷനാണ്, അതായത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോർഷനാണ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. അതായത് എങ്ങനെയാണ് നമുക്ക് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ട ഒരു ടോപ്പിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്കും. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. അപ്പോൾ നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ കൺട്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മണി വാല്യൂവും അതോടൊപ്പം തന്നെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടി ചേരുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഇൻകം ഇറ്റ്സ് എ sum total of money value of all final goods and services produced in a country during a financial year plus net factor income from abroad. For net factor income from abroad, sum total of money value of all final goods and services produced in എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയറുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അത് രണ്ടും കൂടി ചേരും. അതോടൊപ്പം എന്തും ചേർക്കും, നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടി ചേരുമ്പോഴാണ് എന്താകുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഈ നാഷണൽ ഇൻകം നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പ്രധാനമായിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്നത് 3 മെത്തേഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ പറയുന്നത് ഇൻകം മെത്തേഡ്, മൂന്നാമത്തേത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഇൻകം മെത്തേഡ്, തേർഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടും, അതായത് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ വാല്യൂ ആഡഡ് മെത്തേഡ്, ചിലപ്പോൾ എക്സാമിന് വാല്യൂ ആഡഡ് മെത്തേഡ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതും ഏത് തന്നെയാണ്, പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് ഏതെന്ന് പറയുന്നത് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പ്രോഡക്റ്റ് മെത്തേഡ് വഴി നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഇക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ സാധനങ്ങളുടെയും അതോടൊപ്പം തന്നെ സേവനങ്ങളുടെയും, ഇപ്പോൾ ഒരു ഇക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവിടെയുള്ള എല്ലാ ഫേം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, അപ്പോൾ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ടോട്ടൽ വാല്യൂ നമ്മൾ എടുക്കുകയാണ്. എല്ലാ ഫേംസിൻ്റെയും ഒരു ഇക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിലൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് മെത്തേഡ് വഴിയാണ്? പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ആ പ്രോബ്ലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ കൗണ്ടിങ്. ഡബിൾ കൗണ്ടിങ് പലപ്പോഴും വൺ വേർഡ് ആയിട്ടും അതോടൊപ്പം തന്നെ ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു എസ്എ പോർഷനായിട്ട് ഉൾപ്പെടുത്താവുന്ന ഒരു കോൺസെപ്റ്റുമാണ് എന്ന് പറയുന്നത് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഡബിൾ കൗണ്ടിങ് ഈസ് ദ ആക്ട് ഓഫ് മെഷറിംഗ് ഓർ കൗണ്ടിങ് വാല്യൂ ഓഫ് എ കമോഡിറ്റി മോർ ദാൻ വൺസ്. അപ്പോൾ ഒരു ഗുഡിൻ്റെയോ ഒരു സർവീസിൻ്റെയോ വാല്യൂവിനെ നമ്മൾ ഒന്നിലധികം തവണ കൗണ്ട് ചെയ്യുകയാണ് എങ്കിൽ എന്താണ് അതിൽ വരിക? അതാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുക. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു കാറ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കാറ് ആദ്യം വാങ്ങി നമ്മൾ 1-2 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് വിൽക്കും. അപ്പോൾ നമ്മളത് വിൽക്കുമ്പോഴത്തേക്കും മറ്റൊരു വ്യക്തി അത് വാങ്ങും. അപ്പോൾ നമ്മൾ ഈ ഒരു കാറ് ഒരു പ്രോഡക്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ഫ്രഷ് ആയിട്ട് അത് വാങ്ങുന്നത് മാത്രമേ നമ്മൾ എന്തായിട്ട് കൂട്ടുകയുള്ളൂ? അതിൻ്റെ വാല്യൂ മാത്രമേ നമ്മൾ നാഷണൽ ഇൻകത്തിൽ കൂട്ടുകയുള്ളൂ. നമ്മൾ 1-2 വർഷം ഉപയോഗിച്ചതിന് ശേഷം സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അയാൾ ഇത് വാങ്ങുന്നതിനെ നമ്മൾ ഏതിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല? ഈ ഒരു കാറിൻ്റെ വാല്യൂ ആയിട്ട് ആ വർഷത്തെ നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. കാര്യം എന്താണ്? ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ നമ്മൾ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്.
ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ ഒന്നിലധികം തവണ നമ്മൾ കൗണ്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒന്നിലധികം തവണ നമ്മൾ മെഷർ ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡബിൾ കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഡബിൾ കൗണ്ടിങ് എന്താണ്, ഒരു എററാണ്. ആ എററിനെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ പ്രോഡക്റ്റ് മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നമ്മൾ നടത്തും. ഏത് വഴി നമ്മൾ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നടത്തും, നമ്മൾ ഒരു ഇക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ കൗണ്ട് ചെയ്യുമ്പോൾ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എററിനെ നമുക്ക് കർബ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കതിനെ റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വാല്യൂ ആഡഡ് മെത്തേഡ് അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. നമ്മൾ ഇത്തരത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ്, ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ടോട്ടൽ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഗ്രോസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ടോട്ടലിൻ്റെ ഒരു പോർഷനാണ് എന്ന് പറയുന്നത് നെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഗ്രോസ് വാല്യൂ ആഡഡ്, അതായത് മൊത്തത്തിലുള്ള ഒരു വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ത് ചെയ്യും, കുറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഔട്ട്പുട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ആ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്, വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ ഏതിൽ നിന്ന് കുറയ്ക്കണം, ആ വാല്യൂ ഓഫ് പ്രോഡക്റ്റിൽ നിന്ന് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വാല്യൂ ആഡഡ് കിട്ടും. അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ ഫേംസിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ഓഫ് പ്രോഡക്റ്റിൽ നിന്നും വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച് നമ്മൾ അതിൻ്റെ സം ടോട്ടൽ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മൾ പറഞ്ഞു ഒരു ഔട്ട്പുട്ടിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് എന്തിൻ്റെ വാല്യൂ കുറയ്ക്കണം, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് P ഇൻറ്റു ക്യൂ ആണ്. P ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് കാറാണ് എടുക്കുന്നതെങ്കിൽ ആ കാറ് എത്ര യൂണിറ്റ് കാറ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കും. ആ യൂണിറ്റ്, അതായത് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഒന്നിൻ്റെ വില കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടും. ആ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്തിനെയാണ് കുറയ്ക്കുന്നത്, വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ കുറയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ആഡഡ് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ ഫേംസിൻ്റെയും ഓരോ പ്രോഡക്റ്റിൻ്റെയും വാല്യൂ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടോട്ടൽ നമ്മൾ എടുക്കണം, അതായത് സം ടോട്ടൽ നമ്മൾ എടുക്കണം. അപ്പോൾ ആ വാല്യൂസ് എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ n നമ്പർ എന്നാണ് നമ്മൾ നോർമലി പറയുക. അതായത് നമ്മളിപ്പോൾ ഇന്യൂമറബിൾ നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ n ആയിട്ട് അതിനെ എടുക്കും. n ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇക്വേഷനിൽ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ GDP നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏതൊക്കെ എടുക്കണം, എല്ലാ യൂണിറ്റിൻ്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ GVA 1 പ്ലസ് GVA 2 പ്ലസ് ഇങ്ങനെ GVA 3 GVA 4 GVA 5 നമ്മൾ ആഡ് ചെയ്ത് എത്ര വരെ നമ്മൾ ആഡ് ചെയ്യും, GVA n എന്ന് പറഞ്ഞാൽ എന്താണ്, n എന്ന് പറയുന്നത് എത്ര വരെയുണ്ടോ അത്രയും വരെ എന്നുള്ള അർത്ഥമാണ് നമ്മൾ n ഇടുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ GVA 1 മുതൽ GVA n വരെ ഇട്ടിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഇത്തരത്തിൽ GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതുവഴി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഏത് രീതിയിലോട്ട് മാറ്റുവാനായിട്ട് സാധിക്കും, GDP എന്ന് പറയുന്നത് GDP ഈസ് ഈക്വൽ ടു സിഗ്മ n i ഈസ് ഈക്വൽ ടു 1 GVA i എന്ന രീതിയിൽ നമുക്ക് പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ GDP നമ്മൾ കണ്ടെത്തിയ GVA 1 പ്ലസ് GVA 2 പ്ലസ് GVA 3 പ്ലസ് GVA 4 അപ് ടു GVA n എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടോ അത്രയും വരെ,
എത്ര പ്രോഡക്ട്സ് ഉണ്ടോ, എത്ര വാല്യൂ വരെ ഉണ്ടോ അതുവരെ ഉള്ളതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, സിഗ്മ എൻ ഐ ഈസ് ഈക്വൽ ടു 1 GVA I എന്ന രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, ഇപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡിനെ നമുക്ക് നെറ്റ് വാല്യൂ ആഡഡ് കണ്ടെത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഒരു ഗ്രോസ് കോൺസെപ്റ്റിൽ നിന്നും നെറ്റ് കോൺസെപ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ ഈ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടാലിറ്റി. നെറ്റ് എന്ന് പറയുമ്പോൾ പോർഷൻ ഓഫ് ഗ്രോസ് ആണ് എന്ന് പറയുന്നത് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലുതിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറുതിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ആ വ്യത്യാസമാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വെയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ കൺസംഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നെറ്റ് വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏത് മെത്തേഡാണ്, പ്രോഡക്റ്റ് മെത്തേഡാണ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിൻ്റെ സം ടോട്ടൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു എറർ വരും. ആ ഒരു എറർ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് കർബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് മുന്നിൽ നിർത്തിയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തത്, പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ ചെയ്തത്. ഈ മെത്തേഡ് എങ്ങനെയാണ് ഈ ഡബിൾ കൗണ്ടിങ്ങിനെ സോൾവ് ചെയ്യുന്നത് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു, വാല്യൂ ആഡഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാല്യൂ ഓഫ് പ്രോഡക്റ്റ് കണ്ടെത്തണം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടെത്തണം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഔട്ട്പുട്ടിൻ്റെ പ്രൈസ് നമുക്ക് നോക്കണം, മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കണം. അതോടൊപ്പം തന്നെ ആ ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് ആ പ്രൈസും ആ ക്വാണ്ടിറ്റിയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മൾ ഗുണിക്കണം. ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് പ്രോഡക്റ്റ് കിട്ടും. ആ വാല്യൂ ഓഫ് പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്, നമ്മളവിടെ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് പ്രോഡക്റ്റിൽ നിന്നും വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്കവിടെ വാല്യൂ ആഡഡ് ഓർ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. അതായത് നമ്മൾ ഓരോ യൂണിറ്റും കണ്ടെത്തും, ഓരോ യൂണിറ്റിൻ്റെയും കണ്ടെത്തിയതിന് ശേഷം ആ യൂണിറ്റ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ GDP എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, GVA 1 + GVA 2 + GVA up to N, എത്ര വരെയുണ്ടോ അത്രയും വരെ എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു, GDP is equal to സിഗ്മ N I is equal to 1 GVA I. അതായത് 1 മുതൽ N വരെയുള്ള എത്ര നമ്പർ വരെയുണ്ടോ അതിൻ്റെ എല്ലാം സം ടോട്ടലാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ GDP ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു വാല്യൂവിൻ്റെ സം ടോട്ടലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസിൽ നിന്നും നെറ്റ് കണ്ടെത്താൻ, അതായത് ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്നും നെറ്റ് വാല്യൂ ആഡഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. അതെന്താണ് ആ ഫോർമുല, ഏതൊരു ഗ്രോസ് കോൺസെപ്റ്റിൽ നിന്നും ഒരു നെറ്റ് കോൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ അതിൽ നിന്നും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്നും നെറ്റ് വാല്യൂ ആഡഡ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഗ്രോസ് വാല്യൂ ആഡഡ് മൈനസ് ഡിപ്രീസിയേഷൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം, നെറ്റ് വാല്യൂ ആഡഡ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനിയുള്ള സെക്കൻഡ് മെത്തേഡാണ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഇൻകം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻകം മെത്തേഡ് നമ്മൾ പറയുമ്പോഴേക്കും എന്താണ് നമ്മൾ ഇൻകമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് വഴി നമ്മൾ എങ്ങനെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാക്ടർ ഇൻകത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ആ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, അവിടെ നമ്മൾ 2 സെക്ടേഴ്സാണ് എടുത്തത്. ഈ 2 സെക്ടേഴ്സ്, ഒന്ന് ഹൗസ് ഹോൾഡും ഒന്ന് ബിസിനസ് സെക്ടറും. അതിൽ ഫാക്ടേഴ്സ് ഓഫ് സർവീസ് അല്ലെങ്കിൽ ഫാക്ടർ സർവീസസ് ഹോൾഡ് ചെയ്യുന്നത് ആരായിരുന്നു, അത് ഹൗസ് ഹോൾഡ് ആയിരുന്നു. ഈ ഫാക്ടർ സർവീസസ് ആയിട്ടുള്ള ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ആര്, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാക്ടർ സർവീസസ് ആര് കൊടുക്കും, ഹൗസ് ഹോൾഡിൽ നിന്നും ബിസിനസ് ഫാമിലോട്ട് പോകും. ആ ഫാക്ടർ സർവീസസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ഫാംസ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാക്ടർ സർവീസസ് കൊടുത്തതിന് പ്രത്യുപകാരമായിട്ട് ഈ ബിസിനസ് ഫാംസ് ഹൗസ് ഹോൾഡിന് എന്ത് കൊടുക്കും, ഫാക്ടർ റിവാർഡ് ഓർ ഫാക്ടർ ഇൻകം കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്ന ഫാക്ടർ ഇൻകത്തിൻ്റെ സം ടോട്ടലാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇൻകം മെത്തേഡ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഓരോ ഫാക്ടർ പേയ്മെന്റ് അല്ലെങ്കിൽ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കിട്ടുന്ന ഫാക്ടർ റിവാർഡ്സ് ഓർ ഫാക്ടർ പേയ്മെന്റ്സ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്ത് പറയാം. ലാൻഡിന് കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റ് ആണ് റെന്റ്, ലേബറിന് കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റ് ആണ് വേജ്,
അതുപോലെ തന്നെ ക്യാപിറ്റലിന് കിട്ടുന്ന ഫാക്ടർ പേയ്മെൻ്റ് ആണ് ഇൻട്രസ്റ്റ്. അതോടൊപ്പം തന്നെ ഓർഗനൈസർ ഓർ ഓൺട്രപ്രനറിന് കിട്ടുന്ന ഫാക്ടർ പേയ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ള സൗകര്യത്തിന് LLCO RWIP എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ ഒരു പാറ്റേണിലാണ് നമുക്ക് ഓർത്ത് വയ്ക്കാനൊരു സൗകര്യത്തിന്. അപ്പോൾ LLCO എന്ന് പറയുമ്പോൾ ഏതാണ്? ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, LLCO. അപ്പോൾ അതിൻ്റെ ഫാക്ടർ റിവാർഡ്സ് അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ LLCOയ്ക്ക് നേരെയുള്ള ഫാക്ടർ റിവാർഡ് എന്ന് പറയുന്നത് RWIP. R എന്ന് പറഞ്ഞാൽ ലാൻഡിന് നേരെ റെൻറ്റ്, ലേബറിന് നേരെ വേജ് ഓർ സാലറി, വേജ് എന്ന് എഴുതിയാലും പ്രശ്നമില്ല. അത് കഴിഞ്ഞ് LLC എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിന് നേരെ വരുന്ന എന്താണ്? ഇൻട്രസ്റ്റ്. ഫൈനലി വരുന്ന എന്താണ്? ഓർഗനൈസർ ഓർ ഓൺട്രപ്രനർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന എന്താ? ആ ഫാക്ടർ ഇൻകം എന്താണ്? പ്രോഫിറ്റ്. അപ്പോൾ LLCO RWIP ഇതാണ് ഏതെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിന് കിട്ടുന്ന ഫാക്ടർ റിവാർഡ്സ് അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം. ഈ ഫാക്ടർ ഇൻകത്തിൻ്റെ സം ടോട്ടലാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് ഏത് മെത്തേഡ് വഴി എടുക്കുന്നത്? ഇൻകം മെത്തേഡ് വഴി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് GDP ഇവിടെ എക്സ്പ്രസ് ചെയ്യാം? GDP ഈസ് ഈക്വൽ ടു എന്തിൻ്റെയൊക്കെ സമാണ് നമ്മൾ എടുക്കേണ്ടത്? ഫാക്ടർ ഇൻകം. അപ്പോൾ ഫാക്ടർ ഇൻകം ഇവിടെ ഏതൊക്കെയാണ്? റെൻ്റ് ഉണ്ട്, റെൻ്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫാക്ടർ ഇൻകം ആയിട്ടുള്ള എല്ലാം ആഡ് ചെയ്യണം. ഏതൊക്കെയായിരുന്നു? റെൻ്റ് ഉണ്ട്, വേജ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നു. അപ്പോൾ റെൻറ്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇൻകം മെത്തേഡ് വഴി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡാണ് ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡിൽ എന്ത് ചെയ്തു? ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻകം മെത്തേഡ് ആയപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഫാക്ടർ ഇൻകത്തിൻ്റെ ടോട്ടൽ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ മെയിനായിട്ട് എടുക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലുള്ള ഫൈനൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുമ്പോൾ എന്താണ് നമ്മളിവിടെ ആഡ് ചെയ്യുക? നമ്മളിവിടെ ആഡ് ചെയ്യാൻ എടുക്കുന്നത് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മൾ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആ ഒരു സർക്കുലർ ഫ്ലോ നമ്മൾ പറഞ്ഞത് 2 സെക്ടർ ഇക്കോണമി വെച്ചിട്ടാണ്. 2 സെക്ടർ ഇക്കോണമി ആകുമ്പോൾ അവിടെ ആരൊക്കെ മാത്രമേ കാണുള്ളൂ? അവിടെ ഹൗസ് ഹോൾഡും കാണും, ബിസിനസ് ഫേമും കാണും. പക്ഷേ നമ്മൾ ഒറിജിനലി നോക്കുകയാണെങ്കിൽ ഒരു ഇക്കോണമിയിൽ 4 സെക്ടർ കാണും. 4 സെക്ടർ ഇക്കോണമിയാണ് നോർമൽ ഇക്കോണമി എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഹൗസ് ഹോൾഡ് ഉണ്ട്, ബിസിനസ് ഫാം ഉണ്ട്, പിന്നെ ഒരു ഗവൺമെൻറ് സെക്ടർ ഉണ്ട്. കാരണം ഇതിനെ കൺട്രോൾ ചെയ്യാൻ ആര് വേണം? ഒരു ഗവൺമെൻറ് സെക്ടർ ഉണ്ട്. അപ്പോൾ ഇത് 3 ആയപ്പോൾ ഡൊമസ്റ്റിക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ട് വരണം. അതുകൊണ്ട് എന്തുണ്ട്? ഒരു എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് റെഗുലേറ്റ് ചെയ്യാൻ ഒരു ഗവൺമെൻറ് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ മിച്ചമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ കമ്പോളങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തത് മറ്റ് രാജ്യങ്ങളിലെ കമ്പോളങ്ങളിൽ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മോഡേൺ ഡേയിലുള്ള എല്ലാ ഇക്കോണമീസും എങ്ങനെയുള്ള ഇക്കോണമീസാണ്? ഓപ്പൺ ഇക്കോണമീസ് ആണ്, ക്ലോസ്ഡ് ഇക്കോണമീസ് അല്ല. ഓപ്പൺ ഇക്കോണമീസ് എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്രമായിട്ട് ബന്ധമുണ്ട്, വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് 4ാമത് ഒരു സെക്ടർ കൂടിയുണ്ട്. അതേതാണ്? എക്സ്റ്റേണൽ സെക്ടർ. അപ്പോൾ നോർമലി എത്ര സെക്ടേഴ്സ് ഉണ്ട്? 4 സെക്ടേഴ്സ് ഉണ്ട്. 1 ഹൗസ് ഹോൾഡ്, 2 ബിസിനസ് ഫാംസ്, 3 ഗവൺമെൻറ്, 4 എക്സ്റ്റേണൽ സെക്ടർ. അപ്പോൾ നമ്മൾ ഫൈനൽ എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഏതിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്? 1 ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ നമ്മൾ ആദ്യം കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോക്കണം. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആരുടെ സൈഡിൽ നിന്നായിരിക്കും വരുന്നത്? ഹൗസ് ഹോൾഡിൻ്റെ സൈഡിൽ നിന്നായിരിക്കും കൺസംഷൻ വരുന്നത്. സെക്കൻഡ് നമ്മൾ നോക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആരുടെ സൈഡിൽ നിന്നായിരിക്കും വരുന്നത്? അത് ബിസിനസ് ഫാം ആണ് ചെയ്യുന്നത്. ബിസിനസ് ഫാം ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തേർഡ് പറയുന്നതാണ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഫാക്ടർ സർവീസസ്, നമ്മൾ ആ സർക്കുലർ ഫ്ലോ നമ്മുടെ മനസ്സിൽ വരണം. സർക്കുലർ ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫാക്ടർ സർവീസസ് കൊടുക്കുന്നു, അതുപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഫാംസ് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും
അവിടെ ഗവൺമെന്റിന്റെ ഒരു റെഗുലേഷൻ വന്നില്ല എങ്കിൽ അവിടെ എന്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനുള്ള ചാൻസസ് വരുന്നുണ്ട്. അവിടെ നമ്മുടെ ഈ ഒരു ഹൗസ് ഹോൾഡിൽ കൊടുക്കുന്ന ഫാക്ടറി സർവീസസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വരുന്നുണ്ട്. അത്തരത്തിലുള്ള കെയോസ് എല്ലാം നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റെഗുലേഷൻ ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രഞ്ച് ഇക്കോണമിയിൽ വരികയാണ് എങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ആർക്കും ഉണ്ടാവണമെന്നില്ല, നമ്മുടെ ഈ ഒരു ഹൗസ് ഹോൾഡിന് ഉണ്ടാവണമെന്നില്ല. അത് ചിലപ്പോൾ കിട്ടുന്ന ഫാക്ടർ റിവാർഡ്സ് ഇത് വാങ്ങാൻ പര്യാപ്തമായിട്ട് ഉള്ള ഫാക്ടർ റിവാർഡ്സ് അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം ആയിരിക്കില്ല ചിലപ്പോൾ ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് ബിസിനസ് ഫാം കൊടുക്കുന്നത്, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഓവർ സേവിങ്സ് കൊണ്ടാകാം അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇംബാലൻസസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ആര് വേണം? ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി നമുക്ക് വേണം. അത്തരത്തിലുള്ള ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി ആയിട്ട് നമുക്ക് ആരെ പറയാം? ഗവൺമെന്റിനെ പറയാം. അപ്പോൾ നമ്മളവിടെ പറയേണ്ട തേർഡ് ആയിട്ടുള്ളത് ആരാണ്? ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇനി നാലാമത് നമുക്ക് പറയണം എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ ആകുമ്പോഴത്തേക്കും അവിടെ രണ്ട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ആക്ടിവിറ്റീസ്? ഒന്ന്, നമുക്ക് മിച്ചമുള്ള സാധനം വെളിയിലോട്ട് കൊണ്ടുപോകണം, കയറ്റുമതി ചെയ്യണം, എക്സ്പോർട്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ ഇല്ലാത്തത് മറ്റു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം, അതായത് ഇറക്കുമതി ചെയ്യണം, അതായത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? കയറ്റുമതി ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? കയറ്റുമതിയിലൂടെ നമുക്ക് വരുമാനം കിട്ടും. ഇറക്കുമതി ചെയ്താൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കയറ്റുമതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എന്താണ്? ഇതിനോടൊപ്പം ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു കയറ്റുമതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ ഇവിടെ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യണം, C+, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യണം, I+, അതുപോലെ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യണം, G+. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? എക്സ്പോർട്ട് റവന്യൂ. എക്സ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റവന്യൂ അഥവാ വരുമാനം നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കുറയ്ക്കണം? ആ എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു എക്സ്പെൻഡിച്ചർ, അതായത് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ നമ്മൾ കുറയ്ക്കണം. അതായത് നമുക്കിപ്പോൾ എക്സ്പോർട്ട് റവന്യൂവിനെ X കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചാൽ നമുക്ക് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചറിനെ M കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് റവന്യൂവിൽ നിന്നും ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ് എങ്കിൽ നമുക്കതിനെങ്ങനെ പറയാം? X - M എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു സം ടോട്ടലായിട്ട് പറയുവാൻ സാധിക്കുക? GDP = C+, I+, G+, X - M. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ലാസ്റ്റ് പറഞ്ഞ ഏതാണ്? X - M. അതെന്താണ്? നമ്മൾ എക്സ്പോർട്ട് റവന്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്? ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഷേഴ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു essay ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു സെമിനാർ പേപ്പറിൻ്റെ ഫോമിലായിരിക്കും ഇത് എഴുതാനായിട്ട് പറയുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയണം. ഇപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സം ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ആൻ ഇക്കോണമി പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ചേരുമ്പോൾ നമുക്ക് എന്താണ് നാഷണൽ ഇൻകം ആണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ഏതൊക്കെ മെത്തേഡ്, അതായത് പ്രോഡക്റ്റ് മെത്തേഡ്, ഒരു വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നൊക്കെ നമ്മൾ പറയും. നമ്മളത് 3 പറഞ്ഞ് ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗ്രോസ് വാല്യൂ ആണ് ചെയ്യുന്നത്. GDP = സിഗ്മ n I = 1 GVAI. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇൻകം മെത്തേഡ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ എന്ത് ചെയ്തു? GDP എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ ഫാക്ടർ ഇൻകം ആണ് ഇൻകം മെത്തേഡിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? RWIPA ആഡ് ചെയ്യണം, റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, R+W+I+P. നമുക്ക് അത് വഴി ഇൻകം മെത്തേഡ് കിട്ടി. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾ ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് ഓർ കൺസംഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ ഫൈനൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും നമ്മൾ എടുക്കുക. ഈ ഫൈനൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സം ടോട്ടൽ നമ്മൾ എടുക്കണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നല്ലെങ്കിൽ ആ ഒരു ഫൈനൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഏതൊക്കെയാണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു എക്സ്പോർട്ട് റവന്യൂ മൈനസ് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ X - M എന്ന് പറഞ്ഞു. സോ C+, I+, G+, X - M വഴി നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയേണ്ട ഒരു പോർഷൻ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചാലും ഇൻകം മെത്തേഡ് ഉപയോഗിച്ചാലും എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 10 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 9+1 ചെയ്താലും 10 കിട്ടും, 8+2 ചെയ്താലും 10 കിട്ടും, 7+3 ചെയ്താലും 10 കിട്ടും.
നമ്മൾ 3 വഴികളാണ് 10 എന്ന് പറയുന്ന ആ ഒരു ആൻസർ കിട്ടാനായിട്ട് ഉപയോഗിച്ചത്. ചിലപ്പോൾ നമ്മൾ 9+1 ഉപയോഗിച്ചപ്പോൾ 10 കിട്ടി. രണ്ടാമത് നമ്മൾ 8+2 ഉപയോഗിച്ചപ്പോഴും നമുക്ക് ഉത്തരം എത്ര കിട്ടി? 10 കിട്ടി. മൂന്നാമത് നമ്മൾ 7+3 ഉപയോഗിച്ചപ്പോഴും ഉത്തരം എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച വഴി 3 വ്യത്യസ്തമാണെങ്കിലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? നമുക്ക് ആ സർക്കുലർ ഫ്ലോയിലോട്ടൊന്ന് പോവാം. നമ്മൾ സർക്കുലർ ഫ്ലോയിൽ പറഞ്ഞ എന്താണ്? നമ്മൾ ബേസിക് ആയിട്ട് ഒരു 2 സെക്ടർ മോഡൽ പറഞ്ഞപ്പോൾ ഹൗസ് ഹോൾഡും ബിസിനസ് ഫാംസും. ഹൗസ് ഹോൾഡ് ബിസിനസ് ഫാമിന് എന്ത് കൊടുത്തു? അവർ കൊടുത്ത സാധനമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് LLCO, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. ഇതുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? പ്രൊഡക്ഷൻ നടക്കൂ. അപ്പോൾ ഇത്തരത്തിൽ കൊടുത്ത ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തതാണ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ബിസിനസ് ഫാം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ ഏതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതേ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ട് നമ്മുടെ ബിസിനസ് ഫാം ഹൗസ് ഹോൾഡിന് എന്ത് കൊടുക്കും? ഫാക്ടർ ഇൻകം കൊടുക്കും. ആ ഫാക്ടർ ഇൻകം ആണ് എന്ന് പറയുന്നത് റെൻറ്റ് വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഈ റെൻറ്റ് വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ അഡീഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകെ തുകയാണ് നമ്മൾ ഏതിലൂടെ കണ്ടെത്തുന്നത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻകം മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുത്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡിൽ കണ്ടെത്തുന്നത്. അതോടൊപ്പം നമ്മൾ കൊടുത്ത ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡ് ഹൗസ് ഹോൾഡിന് ബിസിനസ് ഫാം കൊടുക്കും. അതാണ് നമ്മൾ ഇൻകം മെത്തേഡിലൂടെ കണ്ടെത്തിയ ഫാക്ടർ ഇൻകത്തിൻ്റെ അഡിഷൻ. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഈ ഫാക്ടർ ഇൻകം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഹൗസ് ഹോൾഡ് അല്ല ബിസിനസ് ഫാം പ്രൊഡ്യൂസ് ചെയ്ത ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ ഏത് വഴി കണ്ടെത്തിയത്? നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്ന തേർഡ് മെത്തേഡിലൂടെ നമ്മൾ കണ്ടെത്തിയത്. നമ്മളവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ഫൈനൽ എക്സ്പെൻഡിച്ചർ, അതോടൊപ്പം X-M ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തി. അതായത് എക്സ്പോർട്ട് റവന്യൂവിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കഴിച്ച് നമുക്കത് കിട്ടിയത്. അപ്പോൾ ഈ 3 മെത്തേഡിലൂടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നാഷണൽ ഇൻകം എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? വ്യത്യാസപ്പെടുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് നമ്മൾ ഇത്ര പറയാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം ഈ 3 മെത്തേഡ് എന്താണെന്നുള്ള ബ്രീഫായിട്ട് പറയുക, അതിൻ്റെ ആ ഒരു സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക, അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഈ ഒരു പോർഷൻ പറയുക. ഇത് മിക്കവാറും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് പെർട്ടിക്കുലർ ആയിട്ട് എടുത്ത് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഇത് 3ഉം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒരേ വാല്യൂ തന്നെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്ത ഈ ഒരു പോർഷൻ ചിലപ്പോൾ വേണമെങ്കിലും ഷോർട്ട് ആൻസറിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടത് പ്രധാനമായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് ഷോർട്ട് ആൻസർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രോസ് കോൺസെപ്റ്റിനെ നെറ്റ് കോൺസെപ്റ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്രോസ് കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കോൺസെപ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് തന്നിട്ട് അത് ഫിൽ ഔട്ട് ചെയ്യാനായിട്ട് പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ NNB ഈസ് ഈക്വൽ ടു എന്ന് വന്നിട്ട് GNP മൈനസ് ഡാഷ് ഈസ് ഈക്വൽ ടു NNB. അപ്പോൾ ആ ഡാഷ് നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. ആ ഡാഷ് പൂരിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നെറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ആ നെറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? നെറ്റ് കിട്ടൂ. അപ്പോൾ NNB എന്ന് പറഞ്ഞാൽ GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് NNB എന്ന് നമ്മളെ മനസ്സിൽ വരണം. നമ്മൾ ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഖ്യ തന്നെ കൊടുക്കാം. ഇപ്പോൾ വലുത് ഏതാണ്? GNB ആണ്. ചെറുത് ഏതാണ്? NNB ആണ്. അപ്പോൾ നമുക്ക് GNBക്ക് 10 എന്ന് കൊടുക്കാം, NNBക്ക് 8 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ 8 ഈസ് ഈക്വൽ ടു 10 മൈനസ് ഡാഷ്. അപ്പോൾ 10 നിന്ന് നമുക്ക് 8 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം. ആ 2 ആണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ടുള്ള ഒന്നിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുത്താൽ മതി. അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോസും നെറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഫോർമുലാസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ ഇപ്പോൾ ഗ്രോസിനെ നെറ്റാക്കാൻ നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ മറ്റ് ഇതുപോലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള കോൺസെപ്റ്റ്സ്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണ്? GDP എന്താണ്? GDP എന്ന് പറയുന്നത്
ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി. നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള പ്രദേശത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത് നോക്കാം എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, GNP. അപ്പോൾ GDP എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ആയിരുന്നു GDP. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്, ഡൊമസ്റ്റിക് അല്ല നാഷണൽ. കാരണം തദ്ദേശീയം മാത്രമല്ല, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് പുറത്തും വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഓവർസീസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ എന്തിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മൾ ഈ GDPയോട് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആകുമ്പോൾ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഇപ്പോൾ ഇന്ത്യയിൽ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മണി വാല്യൂ എടുത്താൽ എന്തായി? GDP ആയി. ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇന്ത്യയിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത്, ലേബർ ഫോഴ്സ് ആയിട്ട് ഇന്ത്യക്ക് പുറത്തുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്, അതുപോലൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വർക്കും അവരുടെയൊക്കെ സർവീസസിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മുടെ ഇക്കോണമിയുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്. കാര്യം അവർ ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആണെങ്കിലും അവർ ആരുടെ തന്നെ ഭാഗമാണ്? നമ്മുടെ ഇക്കോണമിയുടെ തന്നെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതാണ് ഏതെന്ന് പറയുന്നത്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? GDPയിലൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യണം. സോ GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രോസിലുള്ള ഒന്നിനെ നെറ്റിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിപ്രീസിയേഷൻ ഗ്രോസിൽ നിന്നും കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ നെറ്റ് കിട്ടും. അല്ലെങ്കിൽ നെറ്റിനോടൊപ്പം ഡിപ്രീസിയേഷൻ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് കിട്ടും. എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ 10 - 2 8 അല്ല 8 എന്ന് പറഞ്ഞാൽ 10 - 2 8. അതോടൊപ്പം തന്നെ 8 + 2 എന്താണ്? 10. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ GDPയിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് NDP കിട്ടും. അല്ലെങ്കിൽ GNPയിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? NNP കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കണ്ടെത്താൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കൊടുത്തു. അതായത് ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ നമുക്ക് നാഷണൽ കോൺസെപ്റ്റ് ആക്കാൻ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷനിൽ നമ്മളിങ്ങനെ വരികയാണ്. ഇപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ആ ഡൊമസ്റ്റിക് കോൺസെപ്റ്റിനെ നമുക്ക് നാഷണൽ കോൺസെപ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനോട് എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ അതിനോട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് നാഷണൽ ആയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ GDP കണ്ടെത്തണമെങ്കിൽ GNPയിൽ നിന്ന് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറച്ച് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് GDP കിട്ടും. കാരണം വലിയ കോൺസെപ്റ്റ് ഏതാണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. നാഷണൽ ആണ് വലുത്, ഡൊമസ്റ്റിക് നാഷണലിനേക്കാൾ ചെറുതാണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസമാണ് ഏതെന്ന് പറയുന്നത് ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അഥവാ NFIA ആണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ കോൺസെപ്റ്റ് തമ്മിൽ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ആദ്യം GDP പറഞ്ഞു, രണ്ടാമത് നമ്മളിപ്പോൾ GNP പറഞ്ഞു, ഇനി അടുത്ത പറയുന്നു നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP. ഇപ്പോൾ NNP എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഇൻ ഇക്കണോമിക് ഇയർ ലെസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതെന്താണ്? ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി. ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ്. പക്ഷേ അതിൽ നമ്മൾ എന്ത് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്? ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ GNP ആയിട്ട് എടുക്കുന്നത്. ഈ GNPയെ അതായത് ഗ്രോസ് ആയിട്ടുള്ള സാധനത്തിനെ നെറ്റിലോട്ട് മാറ്റാൻ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ആ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് NNP കിട്ടും. അപ്പോൾ NNP കിട്ടണമെങ്കിൽ എന്താണ്? നമ്മുടെ ഒരു കൺട്രിയിലെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ച് കൊടുത്താൽ മതി? നമ്മൾ അതിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ NNP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ന് പറയുന്നത് NNP എന്ന്
പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നമ്മൾ നേരത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പറഞ്ഞു. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ നെറ്റ് കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഇനി എന്താണ് ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് നോക്കാം. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ലെസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ തദ്ദേശീയമായിട്ടുള്ള ഒരു പ്രദേശത്ത്, അതായത് ഇന്ത്യക്ക് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ, അതായത് ക്യാപിറ്റൽ കൺസംഷൻ അഥവാ വിയർ ആൻഡ് ടെയറിൻ്റെ പ്രോസസ് ഓഫ് പ്രൊഡക്ഷനിൽ സംഭവിക്കുന്ന വിയർ ആൻഡ് ടെയർ നമ്മൾ കുറച്ച് കൊടുത്ത് ഡിപ്രീസിയേഷൻ കുറച്ച് കൊടുത്താൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ GDP മൈനസ് ഡിപ്രീസിയേഷൻ നമുക്ക് എന്താണെന്ന് പറയാം? NDP അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സസും സബ്സിഡീസും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസും സബ്സിഡീസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എന്തിലൂടെ കാണിക്കുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്? ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ്, മറ്റൊന്ന് സബ്സിഡി. അപ്പോൾ നമുക്ക് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ഈക്വൽ ടു ഓർ NIT ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അങ്ങനെ നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളതാണ് ഏതെന്ന് പറയുന്നത് GDP MP. GDP നമ്മൾ പഠിച്ചു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഈ MP എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ GDP MP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. MP എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഷോർട്ട് ഫോമാണ് MP. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് എഴുതില്ല. പകരം നമ്മൾ എന്തായിരിക്കും എഴുതുക? GDP MP എന്നായിരിക്കും നമ്മൾ എഴുതുക. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? GDP ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? ആ ഒരു മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിൽ ആ ഒരു ഡൊമസ്റ്റിക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മളതിനെ GDP MP എന്ന് പറയും. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുകയാണ് എങ്കിൽ അതിൽ എന്ത് കാണും? നമ്മൾ പ്രൈസ് ടാഗ് നോക്കിയാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് എഴുതിയിട്ട് ഒരു തുക എഴുതിയേക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ MRP ഈസ് ഈക്വൽ ടു നമ്മളെ രൂപയുടെ ചിഹ്നമൊക്കെ ഇട്ടിട്ട് 10 രൂപ എന്ന് എഴുതിയൊക്കെയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനൊപ്പം എന്തുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. റീറ്റെയിലായിട്ട് വെക്കുമ്പോൾ മാക്സിമം പ്രൈസ് എത്രയാണ്? ഈ 10 രൂപയാണ്. ഈ 10 രൂപയ്ക്കകത്ത് ഈ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനൊപ്പം എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ചുമത്തുന്ന ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് ഇത്ര ടാക്സ് ആണ് നീ അടച്ചേ പറ്റൂ എന്ന് പറയൂല. നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ആ ടാക്സിൻ്റെ വിലയും കൂടെ ചേർത്തായിരിക്കും നമ്മൾ സാധനത്തിന് കൊടുക്കുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ GDP നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഇൻഡയറക്റ്റ് ടാക്സസ് അതിനോടൊപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റ് പ്രൈസിൽ ഇൻഡയറക്റ്റ് ടാക്സസ് വരുന്നുണ്ട്, പക്ഷേ അവിടെ എന്ത് വരുന്നില്ല? സബ്സിഡീസ് വരുന്നില്ല. അപ്പോൾ GDP MPക്കകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സസ് ഉൾപ്പെടുന്നുണ്ട്, പക്ഷേ അവിടെ എന്ത് ഉൾപ്പെടുന്നില്ല? അവിടെ സബ്സിഡീസ് ഉൾപ്പെടുന്നില്ല. നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞു. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് നമ്മൾ സബ്സിഡി കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. നമ്മളീ പറഞ്ഞ GDP MP എന്ന് പറയുന്ന സാധനം എന്താണ്? മാർക്കറ്റ് പ്രൈസിൻ്റെ ടേംസിൽ നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മണി വാല്യൂ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ഉൾപ്പെടും? ഇൻഡയറക്റ്റ് ടാക്സ് വരും, പക്ഷേ അവിടെ എന്ത് വരില്ല? അവിടെ സബ്സിഡീസ് വരില്ല. നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് GDP MP നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. GDP MP കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ഏതാണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് NDP MPയോടൊപ്പം നമുക്ക് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? GDP MP കിട്ടും.
അപ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി കൊടുക്കുന്നു? നമ്മൾ ഡിപ്രീസിയേഷൻ കൂട്ടി കൊടുക്കുന്നു. കാര്യം എന്താണ്? വലുത് ഏത് കോൺസെപ്റ്റാണ്? ഡൊമസ്റ്റിക് കോൺസെപ്റ്റാണ് വലുത്. അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഏതുള്ളൂ? ഈ നെറ്റ് എന്ന് പറയുന്നതുള്ളൂ. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടും. മറ്റൊരു രീതിയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമുക്ക് എന്ത് കുറയ്ക്കാം? നമുക്ക് ഡിപ്രീസിയേഷൻ കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് GDP-MP ഈസ് ഈക്വൽ ടു GNP-MP മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. കാര്യം എന്താണ്? ഇവിടെ വലിയ കാര്യം ഏതാണ്? വലുതെന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ കുറച്ചാൽ ചെറിയ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഏത് കിട്ടും? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. കാരണം ഈ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കോൺസെപ്റ്റ് എന്താണ്? ചെറിയ കോൺസെപ്റ്റാണ്. വലിയ കോൺസെപ്റ്റ് ഏതാണ്? വലിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ കോൺസെപ്റ്റാണ്. നമ്മൾ ഗ്രോസിൽ നിന്ന് നെറ്റ് കണ്ടെത്തണം. കാര്യം എന്താണ്? ഗ്രോസ് വലുതും നെറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രോസിൻ്റെ തന്നെ ഉൾപ്പെടുന്ന ഒരു ചെറിയ പോർഷനും ആയതുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രോസിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് നെറ്റ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് നാഷണൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലുതാണ്. ഈ നാഷണൽ കോൺസെപ്റ്റിൻ്റെ അകത്ത് പെടുന്ന ഒരു ചെറുതാണ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി ഈ ഡൊമസ്റ്റിക്കിനെ കണ്ടെത്താൻ നാഷണലിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? നമുക്ക് ഈ ഡൊമസ്റ്റിക് കോൺസെപ്റ്റ് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള കോൺസെപ്റ്റാണ് GDP-FC. അപ്പോൾ എന്താണ് FC? അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ അറിയാം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP-MP നമ്മൾ പറഞ്ഞു, അതെന്തായിരുന്നു? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു. ഈ FC എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റ് ആണ്. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GDP-FC എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ GDP-FC എന്ന് പറയുന്നത് എന്താണ്? GDP-FC എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? നമ്മളതിൽ GDP-MP ഉണ്ട് എങ്കിൽ ഈ GDP-MPയിൽ നിന്നും നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് ഏതെന്ന് പറയുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു GDP-MP എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? ഇൻഡയറക്റ്റ് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് എന്തില്ല? സബ്സിഡി ഇല്ല. അപ്പോൾ ഈ GDP-MP നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ GDP-MPയിൽ നിന്ന് നമുക്ക് GDP-FC അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് മതി? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് അഥവാ GDP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ GDP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് GDP-FC കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് GDP-FC കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് അറിയാവുന്ന മെത്തേഡാണ്. ഏതായിരിക്കും? NDP-FC പ്ലസ് ഡിപ്രീസിയേഷൻ. കാര്യം GDP-FCയേക്കാൾ ചെറുതാണ് എന്ന് പറയുന്നത് NDP-FC. അപ്പോൾ ഈ NDP-FC അതായത് ഗ്രോസ് കിട്ടാൻ നെറ്റിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ മതി നമുക്ക് ഏത് കിട്ടാൻ? ഗ്രോസ് കിട്ടാൻ. ഇപ്പോൾ GDP-FC എന്താണ്? NDP-FC പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? GDP-FC കാൽക്കുലേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡുണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. അതേതാണ്? GDP-FC ഈസ് ഈക്വൽ ടു GDP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇപ്പോൾ ഏതൊരു കോൺസെപ്റ്റ് ആയാലും മാർക്കറ്റ് പ്രൈസിൻ്റെ ടേംസിൽ തന്നിരിക്കുകയാണ്. നമുക്ക് ഏത് ടേംസിലോട്ട് മാറ്റണം? നമുക്ക് ഫാക്ടർ കോസ്റ്റിൻ്റെ ടേംസിലോട്ട് മാറ്റണം. അതായത് MPയെ FC ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ മതി? MPയിൽ നിന്നും നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് FC കിട്ടും. അതായത് GDP-MPയിൽ നിന്ന് നമുക്ക് GDP-FC കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? GDP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GDP-FC നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള കോൺസെപ്റ്റാണ് പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം ഇസ് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം റിസീവ്ഡ് ബൈ ഈച്ച് ഹൗസ് ഹോൾഡ് ഓഫ് എ കൺട്രി ആണ് ഏതെന്ന് പറയുന്നത്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് അത് എന്താണ്? അത് നാഷണൽ ഇൻകത്തിൻ്റെ പാർട്ടാണ്. ഈ നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പോർഷൻ
ഓരോ ഹൗസ് ഹോൾഡിനും കിട്ടുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ എന്തിലൂടെ മനസ്സിലാക്കുന്നത്? പേഴ്സണൽ ഇൻകത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്താണ്? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം റിസീവ്ഡ് ബൈ ഈച്ച് ഹൗസ് ഹോൾഡ് ഓഫ് എ കൺട്രി. ഇപ്പോൾ പേഴ്സണൽ ഇൻകം ഈസ് ദ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. ഇറ്റ്സ് റിസീവ്ഡ് ബൈ ഈച്ച് ഹൗസ് ഹോൾഡ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തുള്ള ഓരോ വീട്ടുകാർക്കും എങ്ങനെയാണ് ഈ ഒരു നാഷണൽ ഇൻകത്തിൻ്റെ പോർഷൻ കിട്ടുക എന്നാണ് നമ്മൾ എന്തിലൂടെ മനസ്സിലാക്കുന്നത്? പേഴ്സണൽ ഇൻകത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഈ പേഴ്സണൽ ഇൻകം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ടു ഹൗസ് ഹോൾഡ് ഫ്രം ഗവൺമെൻറ് ആൻഡ് ഫേംസ്. ഒന്നുകൂടെ പറയാം, ഇത് കോംപ്ലക്സ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണ് ഈ ഒരു ഇക്കോണമിയിലുള്ള ഹൗസ് ഹോൾഡ്സിന് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എന്തിലൂടെ മനസ്സിലാക്കുന്നത്? പേഴ്സണൽ ഇൻകത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്യണം? അത് നാഷണൽ ഇൻകത്തിൻ്റെ ഫോം ആയതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകത്തിൽ നിന്നും നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഇൻകം കിട്ടും. നമ്മൾ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെ വലിയ സാധനം ഏതാണ്? നാഷണൽ ഇൻകം. ചെറുത് പേഴ്സണൽ ഇൻകം. അപ്പോൾ ഈ വലുതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ചെറിയ സാധനം കിട്ടും. അപ്പോൾ എന്തൊക്കെ കുറയ്ക്കണം, അതോടൊപ്പം എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നോക്കുന്നത്. അപ്പോൾ എന്താണ്? ആദ്യം വലുതായിട്ടുള്ള നാഷണൽ ഇൻകം മൈനസ് ഫസ്റ്റ് നമ്മൾ കുറയ്ക്കേണ്ടതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് നമ്മൾ കുറയ്ക്കണം. അതോടൊപ്പം തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. അതോടൊപ്പം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കണം. ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റിൻ്റെ ഇൻകം ടാക്സ് ആണ്. നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് പേഴ്സണലിന് കിട്ടുന്നതല്ല, അത് കോർപ്പറേറ്റ്സിനാണ്, അതായത് കമ്പനികൾക്ക് ബാധകമായിട്ടുള്ളതാണ്. അത് നമ്മുടെ പേഴ്സണലിന് വരുന്നതല്ല, അതുകൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത്. അതോടൊപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യാതൊരു രീതിയിലുള്ള സർവീസസും കൊടുക്കാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഫിനാൻഷ്യൽ എയ്ഡാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടുന്നത്, നമുക്ക് സ്കോളർഷിപ്സ് കിട്ടുന്നത്, ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നതൊക്കെ എന്തായിട്ട് നമുക്ക് പറയാം? ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആയിട്ട് പറയാം. ഇതും ഒരു ഹൗസ് ഹോൾഡിൻ്റെ ഇൻകത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യുന്നത്. നാഷണൽ ഇൻകത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെ കുറച്ചിട്ട് എന്ത് ആഡ് ചെയ്താൽ നമുക്ക് പേഴ്സണൽ ഇൻകം കിട്ടും? നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് മൈനസ് കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ടു ദ ഹൗസ് ഹോൾഡ്സ് ഫ്രം ഗവൺമെൻറ് ഓർ ഫാംസ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പേഴ്സണൽ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. എന്താണ് ഈ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം? പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? ഹൗസ് ഹോൾഡ്സിന് എങ്ങനെ ഇത് കിട്ടും എന്നാണ് നമ്മൾ പേഴ്സണൽ ഇൻകത്തിൽ നോക്കിയത്. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം വിച്ച് ഈസ് ഫ്രീ ടു കൺസ്യൂം ഓർ സേവ്. അപ്പോൾ ഹൗസ് ഹോൾഡിന് കിട്ടുന്ന ഈ പേഴ്സണൽ ഇൻകത്തിൻ്റെ എത്ര പോർഷനാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്? സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവർക്കൊന്നെങ്കിൽ കൺസ്യൂം ചെയ്യാം, സാധനങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ പൈസ അവർക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഈ പേഴ്സണൽ ഇൻകം നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് കുറച്ചു, അതോടൊപ്പം നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ് കുറച്ചു, അതോടൊപ്പം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, പിന്നെ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കപ്പോൾ പേഴ്സണൽ ഇൻകം കിട്ടി. എന്നിട്ടും നമ്മൾ പറയുകയാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഈ പേഴ്സണൽ ഇൻകം ഇവർക്ക് എടുപിടിയെന്നും പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഈ പേഴ്സണൽ ഇൻകത്തിൽ എത്ര മാത്രമാണ് ഇവർക്ക് കൺസ്യൂം ചെയ്യാനും സേവ് ചെയ്യാനും സാധിക്കുന്നത്, അതാണ് നമ്മൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും പേഴ്സണൽ ഇൻകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകത്തിൽ എന്തും കൂടി ഉൾപ്പെടുന്നുണ്ട്? ടാക്സ് റവന്യൂസും അതോടൊപ്പം നോൺ ടാക്സ് റവന്യൂസും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് മൈനസ് നോൺ ടാക്സ് ആണ് ഏതെന്ന് പറയുന്നത്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ ഇൻകത്തിൻ്റെ എത്ര പോർഷനാണ് ഇവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുക. ഇപ്പോൾ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാക്സസ്, ഇൻകം ടാക്സ് വരുന്നുണ്ട്, വെൽത്ത് ടാക്സ് വരുന്നുണ്ട്, ഗിഫ്റ്റ് ടാക്സ് വരുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് ടാക്സസ് ഉണ്ട്. അപ്പോൾ ആ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു കൺസ്യൂം ചെയ്യുന്നതിനോ സേവ് ചെയ്യുന്നതിനുള്ള എക്സ്റ്റെൻറ്റിനെ കുറയ്ക്കും. ടാക്സ് വരും. നികുതി ചുമത്തുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ആ നികുതി ഒടുക്കേണ്ടതായിട്ട് വരും. നികുതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെൻ്റ് ആണ്. നമുക്ക് കൊടുത്തേ പറ്റൂ, അതിന് എക്സംഷൻ ഒന്നും ഇല്ല, നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യും? കുറയും. ഒന്ന്. മറ്റൊന്ന് എന്താണ്? നോൺ ടാക്സ് പേയ്മെൻറ്റ്.
നികുതി അല്ലാതെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കും. അതെങ്ങനെ നമ്മൾ കൊടുക്കും? പെനാൽറ്റീസ് കൊടുക്കും, നമ്മൾ ഫൈൻസ് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ നമ്മളിപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി ഓട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഫൈൻ അടയ്ക്കും. ഇപ്പോൾ ഫൈൻ അടിച്ച് തരുമ്പോൾ നമ്മൾ ഫൈൻ കൊടുക്കണം. അതെന്തിന് എക്സാമ്പിളാണ്? അത് നമ്മുടെ ഒരു നോൺ ടാക്സ് ആയിട്ടുള്ള പേയ്മെൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ഇൻകത്തിൽ നിന്നും ടാക്സ് റവന്യൂവും അല്ലെങ്കിൽ ടാക്സും നോൺ ടാക്സും നമ്മൾ കുറയ്ക്കണം. അതായത് പേഴ്സണൽ ഇൻകം മൈനസ് നോൺ ടാക്സ് മൈനസ് ടാക്സ് റവന്യൂ അല്ലെങ്കിൽ ടാക്സ് ആണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഇസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് മൈനസ് നോൺ ടാക്സ്. ഇപ്പോൾ പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് മൈനസ് നോൺ ടാക്സ് ആണ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് പുതുമയുള്ളതെന്ന് പറയാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രതിശീർഷ വരുമാനം എന്ന് നമുക്കറിയാം. അതായത് ആനുവൽ ആവറേജ് പെർ ഹെഡ് ഇൻകം ഓഫ് പീപ്പിൾ ഓഫ് എ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തുള്ള ജനങ്ങളുടെ ആവറേജ് പെർ ഹെഡ് ഇൻകം ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ ആനുവലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പെർ ക്യാപിറ്റ ഇൻകം അഥവാ PCI ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള നാഷണൽ ഇൻകം നമ്മുടെ കൊണ്ട്, അപ്പോൾ ആ നാഷണൽ ഇൻകത്തിനെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പറയാനുള്ള അടുത്ത ഒരു കാര്യമാണ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആയിരുന്നു. അപ്പോൾ അതായത് പേഴ്സണൽ ഇൻകത്തിൻ്റെ എത്ര ഭാഗമാണ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നാണ് നമ്മൾ ആ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിൽ പറഞ്ഞത്. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന സാധനമാണ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. ഇപ്പോൾ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻകം ഫ്രം ഓൾ സോഴ്സസ് അവൈലബിൾ ടു ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ഫോർ കൺസംഷൻ ഓർ സേവിങ്. അപ്പോൾ കൺസ്യൂം ചെയ്യുന്നതിനോ സേവ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ഒരു രാജ്യത്തുള്ള ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്താണ്? നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്നതിനോ സേവ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ഒരു രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം അഥവാ വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത കോൺസെപ്റ്റ് ആണ് പ്രൈവറ്റ് ഇൻകം എന്താണെന്ന്. പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇൻകം ഫാക്ടർ ഇൻകം ഫ്രം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്ലസ് നാഷണൽ ഡെറ്റ് ഇൻട്രസ്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പ്ലസ് കറണ്ട് ട്രാൻസ്ഫർ ഫ്രം ഗവൺമെൻറ് പ്ലസ് അതർ നെറ്റ് ട്രാൻസ്ഫർ ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ പേഴ്സണൽ ഇൻകം അല്ല, പേഴ്സണൽ ഇൻകത്തിൽ നിന്നും അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഏത് കോൺസെപ്റ്റ്? പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ഇൻകത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് നോക്കാം. നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻകം കണ്ടെത്താനായിട്ട്? പ്രൈവറ്റ് ഇൻകത്തിൽ ഫാക്ടർ ഇൻകം ഫ്രം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ഫാക്ടർ ഇൻകം വേണം. അതോടൊപ്പം തന്നെ നാഷണൽ ഡെറ്റ് ഇൻട്രസ്റ്റ് നമുക്ക് അതിനോടൊപ്പം ആഡ് ചെയ്യണം. അതോടൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നമ്മൾ ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ കറണ്ട് ട്രാൻസ്ഫർ ഫ്രം ഗവൺമെൻറ് നമ്മൾ ആഡ് ചെയ്യണം. അതോടൊപ്പം അതർ നെറ്റ് ട്രാൻസ്ഫർ ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രൈവറ്റ് ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവറ്റ് ഇൻകം നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്യേണ്ട കോൺസെപ്റ്റ് ഏതൊക്കെയാണ്? ഒന്ന്, ഫാക്ടർ ഇൻകം ഫ്രം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ഫാക്ടർ ഇൻകം നമ്മൾ ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നാഷണൽ ഡെറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അതോടൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നമ്മൾ ആഡ് ചെയ്യണം. അതോടൊപ്പം കറണ്ട് ട്രാൻസ്ഫർ ഫ്രം ഗവൺമെൻറ് നമ്മൾ ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നെറ്റ് ട്രാൻസ്ഫർ ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രൈവറ്റ് ഇൻകം കിട്ടും. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് GDPയും പ്രൈസസും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, GDP അറ്റ് ഫാക്ടറി കോസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ GDPയും പ്രൈസും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയുന്നത്. കാര്യം GDP എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡൊമസ്റ്റിക് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മണി വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റിൽ നമ്മൾ രണ്ടായിട്ട് പറയാം. ഒന്ന് നോമിനൽ GDP ഉണ്ട്, മറ്റൊന്ന് റിയൽ GDP ഉണ്ട്. നോമിനൽ GDP, റിയൽ GDP തമ്മിലുള്ള ഡിഫറൻസ് പലപ്പോഴും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നോമിനൽ GDP, എന്താണ് റിയൽ GDP? നോമിനൽ GDP എന്ന് പറയുന്നത് വാല്യൂ ഓഫ് GDP കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് ഇയർ പ്രൈസ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് നോമിനൽ GDP ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ
നമ്മൾ ജി ഡി പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? നമ്മൾ കറണ്ട് ഇയർ പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ജി ഡി പിയുടെ വാല്യൂ കറണ്ട് ഇയർ പ്രൈസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? നമുക്കതിനെ നോമിനൽ ജി ഡി പി എന്ന് പറയാം. റിയൽ ജി ഡി പി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വാല്യൂ ഓഫ് ജി ഡി പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് ഇയർ പ്രൈസിൻ്റെ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് റിയൽ ജി ഡി പി ആണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ജി ഡി പിയും പ്രൈസും തമ്മിലുള്ള ബന്ധം പറഞ്ഞുമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ജി ഡി പി നമ്മൾ പ്രൈസ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കറണ്ട് ഇയർ പ്രൈസ് വെച്ചാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ജി ഡി പി ആണ്? അത് നോമിനൽ ജി ഡി പി ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ബേസ് ഇയർ പ്രൈസ് വെച്ചിട്ടാണ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? അത് റിയൽ ജി ഡി പി ആണ്. നമ്മൾ നോമിനൽ ജി ഡി പി ആണ് ക്യാപിറ്റൽ ലെറ്റർ ജി ഡി എൻ പി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ റിയൽ ജി ഡി പി ആണ് സ്മോൾ ലെറ്റർ ജി ഡി പി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്മോൾ ലെറ്ററിലുള്ള ജി, സ്മോൾ ലെറ്ററിലുള്ള ഡി, സ്മോൾ ലെറ്ററിലുള്ള പി ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം? അത് റിയൽ ജി ഡി പി ആണ്. ക്യാപിറ്റൽ ലെറ്ററിലുള്ള ജി, ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഡി, ക്യാപിറ്റൽ ലെറ്ററിലുള്ള പി ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് എന്ത് ജി ഡി പി ആണ്? അത് നോമിനൽ ജി ഡി പി ആണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ജി ഡി പി ഡിഫ്ലേറ്റർ. ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പിയും തമ്മിലുള്ള ഒരു റേഷ്യോയാണ് ഏത് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു ബന്ധമാണ് ആര് കാണിക്കുന്നത്? ഈ ജി ഡി പി ഡിഫ്ലേറ്റർ കാണിക്കുന്നത്. അപ്പോൾ ജി ഡി പി ഡിഫ്ലേറ്റർ എന്താണ്? ജി ഡി പി ഡിഫ്ലേറ്റർ ഷോസ് ദ റേഷ്യോ ബിറ്റ്വീൻ നോമിനൽ ജി ഡി പി ആൻഡ് റിയൽ ജി ഡി പി. നമുക്കിതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജി ഡി പി ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100 എന്ന ഒരു ഫോർമുല വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എങ്ങനെയാണ് ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100 ആ മെത്തേഡ് വഴി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ജി ഡി പി ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ CPI. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ ചെയ്യുന്നത്, നമ്മളൊരു കൺസ്യൂമറിനെ എടുക്കും. ആ കൺസ്യൂമർ എന്ന് പറയുന്നത് മറ്റ് കൺസ്യൂമേഴ്സിൻ്റെ എല്ലാം ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസ്യൂമറാണ്. അപ്പോൾ ഈ കൺസ്യൂമർ ചെയ്യുമ്പോൾ അയാളുടെ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബാസ്ക്കറ്റ്, നമ്മളിപ്പോൾ സപ്ലൈകോയിൽ സാധനം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളവിടെ ചെല്ലുമ്പോഴേ നമുക്കൊരു ബാസ്ക്കറ്റ് തരും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ ബാസ്ക്കറ്റ് ഇടാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ മോളുകളിൽ പോയാലും നമുക്കൊരു ബാസ്ക്കറ്റ് എടുക്കാം. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാളുകളിൽ പോയിട്ട് ഈ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് വന്ന് ബില്ല് സെറ്റിൽ ചെയ്തിട്ട് നമുക്കത് വീട്ടിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു കൺസ്യൂമേഴ്സിനെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു സിംഗിൾ കൺസ്യൂമർ ഒരു ബാസ്ക്കറ്റിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ടൊക്കെ ഇറങ്ങുകയാണ് എങ്കിൽ ആ സാധനങ്ങളുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്തിലൊക്കെ ബേസിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്ന് നമ്മൾ ബേസ് ഇയറിൻ്റെ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യും, മറ്റൊന്ന് കറണ്ട് ഇയറിൻ്റെ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴൊരു വർഷം എത്രയാണ്? 2020. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വ്യക്തി പോയി സാധനം കൊണ്ടുവന്നു, ബാസ്ക്കറ്റ് നിറയെ സാധനമായിട്ട് വരുമ്പോഴത്തേക്കും അയാൾ എടുത്ത സാധനങ്ങളുടെ വില നമ്മൾ 2020 നമ്മളതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പ്രൈസും വെച്ചും കാൽക്കുലേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ 2015 നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുത്തത്. എൻ്റെ കാര്യം, നമ്മൾ ബേസ് ഇയർ എപ്പോഴും എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും ഈ പ്രൈസിൽ എന്ത് വരും? വ്യത്യാസം വരും. അപ്പോൾ അതെന്ത് പറ്റും? ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് പണപ്പെരുപ്പം. നമ്മൾ ബേസ് ഇയർ എടുക്കുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻ ടെൻഡൻസീസ് വളരെ കുറവായിട്ടുള്ള ഒരു പീരീഡാണ് നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കുക? ബേസ് ഇയർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുത്തു. 2015 ബേസ് ഇയറും 2020 കറണ്ട് ഇയറിലും എടുത്തു. ആ ബാസ്ക്കറ്റ് പോയി സാധനം എടുത്തുകൊണ്ട് വന്ന് ആ ബാസ്ക്കറ്റിലുള്ള പ്രോഡക്റ്റിൻ്റെ ആ ടോട്ടൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 2020 പ്രൈസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും ചെയ്തു? 2015 ആ ഒരു പ്രൈസ് വെച്ചും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുവഴി നമ്മൾ എന്ത് കണ്ടെത്തും? പ്രൈസ് ഇൻഡെക്സ് കണ്ടെത്തും. അതാണ് ഏതെന്ന് പറയുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എപ്പോഴും എങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? നമ്മൾ പെർസെൻറ്റേജിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത്തരത്തിൽ കറണ്ട് ഇയർ പ്രൈസും ബേസ് ഇയർ പ്രൈസിലും കാണുന്ന സാധനം ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ഫോമിൽ കണ്ടെത്തുക? നമ്മൾ ആ സാധനത്തിനെ പെർസെൻറ്റേജ് ഫോമിലേക്ക് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി അടുത്തതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ പ്രൈസ് ഇൻഡെക്സ് ആണ് എങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആരുടെ പ്രൈസ് ഇൻഡെക്സ് ആയിരിക്കും? അത് പ്രൊഡ്യൂസറിൻ്റെ പ്രൈസ് ഇൻഡെക്സ് ആണ്. പലപ്പോഴും എക്സാമിന് 1 വേർഡ് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് അബൌട്ട് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ്.
അപ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സ് പ്രൈസ് ഇൻഡെക്സ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് പഠിച്ചിട്ടില്ല എന്ന് ചിന്തിക്കരുത്. പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റൊന്നുമില്ല, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഹോൾസെയിൽ പ്രൈസസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഹോൾസെയിൽ പ്രൈസസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് എന്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? 2 പീരീഡിൽ നമ്മളെടുത്ത ഒരേ പ്രോഡക്ട്സിന് വന്നിട്ടുള്ള പ്രൈസിൽ വന്ന വ്യത്യാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതിലൂടെ മനസ്സിലാക്കുന്നത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് എന്തുകൊണ്ടാണ് GDP, നമ്മൾ ഇത്രയും ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത ഈ ഒരു GDP നമ്മൾ ഒരിക്കലും വെൽഫെയറിൻ്റെ ഒരു നല്ല ഇൻഡിക്കേറ്ററായിട്ട് കാണാറില്ല. അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഇനി അടുത്തായിട്ട് നോക്കേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ട് അതിനുള്ളത് 3 മെത്തേഡ്സ് ആണ്. അതെന്ന് പറയുന്നത്, ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP എന്ന് പറയുന്നത് ഒരു കാലത്തും എന്തല്ല, യൂണിഫോം ആയിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്? GDP ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ GDPയുടെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും വെൽഫെയറിൻ്റെ ഒരു ഗുഡ് ഇൻഡിക്കേറ്ററായിട്ട് എന്തിനെ പറയുവാൻ സാധിക്കില്ല? നമുക്ക് ഈ ഒരു GDPയെ പറയുവാനായിട്ട് സാധിക്കില്ല. ഇനി അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ GDPയിൽ ഒരു റൈസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ GDPയുടെ ഭൂരിഭാഗം പോർഷൻസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് പേരുടെ കയ്യിലാണ്. അതായത് വളരെ ധനികരായിട്ടുള്ളവരുടെ കയ്യിലായിരിക്കും GDPയുടെ ഒരു 60% എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അല്ലെങ്കിൽ ബാക്കി സാധാരണക്കാരുടെ പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 60% കഴിഞ്ഞിട്ടുള്ള 40% ആയിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ GDP വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ 40% അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. പകരം ആർക്ക് ബെനിഫിറ്റ് കിട്ടുന്നു? ഈ 60% ഹോൾഡ് ചെയ്യുന്നവന് ബെനിഫിറ്റ് കിട്ടുന്നു, GDP കൂടുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം GDP കൂടുന്നുണ്ട്, പക്ഷേ നമ്മുടെ വെൽഫെയറിൽ എന്ത് വരുന്നില്ല? ആ GDP റൈസിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുന്നില്ല. അതിൻ്റെ കാര്യം എന്താണ്? GDP ഡിസ്ട്രിബ്യൂഷൻ എന്തല്ല, വളരെ യൂണിഫോം ആയിട്ടല്ല. യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തത്തുല്യമായിട്ട് അല്ല അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്നത് എന്താണ്? റിച്ച് ആർ ഗെറ്റിംഗ് റിച്ചർ ആൻഡ് പൂർ ആർ ഗെറ്റിംഗ് പൂറർ. അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ റിച്ചർ ആയിത്തീരും, പൂർ ആയിട്ടുള്ള ആൾക്കാർ പൂറർ ആയിത്തീരും. കാരണം എന്താണ്? ആ GDPയുടെ 60% റിച്ച് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഇരിക്കുന്നത്, 40% ഈ പൂറായിട്ടുള്ള ഭൂരിഭാഗത്തിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ 60% ഹോൾഡ് ചെയ്യുന്ന കുറച്ച് പേര് എന്തായിക്കൊണ്ടിരിക്കുന്നു? അവർ കൂടുതൽ റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ എന്തായിരിക്കുന്നു? അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വീണ്ടും പൂററായി തന്നെ മാറുന്നു. ഇനി അടുത്ത ഒരു മെയിൻ റീസൺ ആണ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മണി വാല്യൂ ഉള്ളത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. പല സർവീസുകൾക്കും മണി വാല്യൂ നമ്മൾ കൊടുക്കാറില്ല. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മ ചെയ്യുന്ന ജോലി നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നില്ല? അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പല സർവീസിനും എന്ത് ചെയ്യുന്നില്ല? മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാത്ത സർവീസസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മോണിറ്ററി ടേംസിൽ സർവീസസ് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഇഷ്ടംപോലെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സർവീസിൻ്റെ കേസിലാണെങ്കിൽ ഇങ്ങനെ, ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കിടയിൽ ഇപ്പോഴും ബാർട്ടർ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ബാർട്ടർ സിസ്റ്റം, ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഗുഡ് ഫോർ ഗുഡ് എക്സ്ചേഞ്ചസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? അവിടെ യാതൊരു രീതിയിലുള്ള മണി ഇൻവോൾവ്മെൻറ്റും വരാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നില്ല? GDPയിൽ അത്തരം ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഉള്ളതുകൊണ്ടും GDPയിൽ ആ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസിനെ ഉൾപ്പെടുത്താത്തത് കൊണ്ടും വെൽഫെയറിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കില്ല? GDPയെ കാണുവാനായിട്ട് സാധിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് നിങ്ങളിപ്പോൾ ഇനി ഡിഗ്രിക്ക് പോയാലും PGക്ക് പോയാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറായിട്ട് തന്നെ പഠിക്കുന്നതാണ് എക്സ്റ്റേണാലിറ്റീസ്. എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി, ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ആ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കാളിയല്ലാത്ത ഒരു അൺഇൻവോൾവ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്കായിരിക്കും കിട്ടുക. അതായത് അത് ചില സമയത്ത് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയും ആകാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറി വന്നു. ഒരു ഫാക്ടറി വന്നപ്പോഴേക്കും ആ ഫാക്ടറിയുടെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് പേർക്ക് ജോലിയൊക്കെ ലഭിക്കുകയാണെങ്കിൽ
അതിൻ്റെ എന്താണ് ഒരു പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫാക്ടറി വന്നതുകൊണ്ട് അവിടുത്തെ റോഡൊക്കെ ഡെവലപ്പായി, അല്ലെങ്കിൽ ആ റീജിയൻ ആ ഒരു ഏരിയ തന്നെ അല്പം ഡെവലപ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ ആ ഫാക്ടറി വന്നതുകൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഏതെന്ന് പറയാം, ആ ഒരു സൈഡിലുള്ള ജനങ്ങൾക്ക് ലഭിച്ചത്. കാര്യം എന്താണ്, അവിടെ ഫാക്ടറി വന്നതോടുകൂടി അവിടുത്തെ റോഡൊക്കെ ഡെവലപ്പായി, റോഡൊക്കെ വന്ന് അല്പം വികസിച്ചപ്പോൾ ആ ഏരിയയിലുള്ള പ്ലോട്ടിൻ്റെ വില എന്ത് ചെയ്തു, കൂടി. അപ്പോൾ ആ ഒരു പ്ലോട്ട് ഉള്ള ആളുകൾ ആ പ്ലോട്ട് വിൽക്കുകയാണെങ്കിൽ അവർ ആ ഫാക്ടറി വരുന്നതിന് മുമ്പ് കിട്ടിയിരുന്നതിനേക്കാൾ 10 മടങ്ങ് പൈസ ഇപ്പോൾ കിട്ടും. അപ്പോൾ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ബെനിഫിറ്റായി. അതോടൊപ്പം തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് ഏത് മാറാം, ഈ സെയിം എക്സാമ്പിൾ മാറാം. എങ്ങനെയാണ്, ഈ ഫാക്ടറി എന്ന് പറയുന്നത് അവരുടെ മാലിന്യങ്ങൾ നദികളിൽ, അതിൻ്റെ തൊട്ടടുത്ത് ചേർന്നുള്ള നദിയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ അതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. അത്തരത്തിൽ അവർ നദിയിലേക്ക് ഡിസ്പോസ് ചെയ്താൽ ആ നദിയെ ആശ്രയിച്ച് അതിൻ്റെ ചുറ്റാകെ താമസിക്കുന്ന ആളുകൾക്ക് അതെന്ത് ചെയ്യും, അത് ദോഷകരമായിട്ട് ബാധിക്കും. അതെന്താണ്, അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. ഇപ്പോൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു ഔട്ട്കം എന്ത് ചെയ്യുന്നു, അൺഇൻവോൾവ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്കായിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഹാം ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്റ്റേണാലിറ്റീസിനെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യില്ല ആര്, GDPയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. കാര്യം എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണാലിറ്റീസിന് ഒരു മാർക്കറ്റ് ഇല്ല. അപ്പോൾ ഇത്തരത്തിലെ എക്സ്റ്റേണാലിറ്റീസിന് ഒരു മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ GDPയിൽ അത് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആക്ച്വലി അവരുടെ വെൽഫെയർ കൂടുതലാണോ, ഇപ്പോൾ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിൽ വെൽഫെയർ ബെറ്റർ ആവും, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിൽ വെൽഫെയർ എന്താകും, വർസനാകും. അപ്പോൾ ഇതിനെ ആര് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, GDPയിൽ അക്കോമഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് പറയാൻ സാധിക്കില്ല. GDP എന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയറിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ പ്രധാനമായിട്ട് അതിന് പറഞ്ഞ കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു, ഒന്ന് GDP ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ല എന്ന് പറഞ്ഞു, രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു, തേർഡ് നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, എക്സ്റ്റേണാലിറ്റീസിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോർഷനാണത്, ബജറ്റ് ഡെഫിസിറ്റും ട്രേഡ് ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസം. ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞു. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു, ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏതെന്ന് പറയും, നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ പരിഗണിക്കുന്നത്, ഒന്ന് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും മറ്റൊന്ന് ടാക്സ് റവന്യൂവും. ഇപ്പോൾ ബജറ്റ് ഡെഫിസിറ്റ് ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്, ഡെഫിസിറ്റ് ആകുമ്പോൾ നഷ്ടമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടം വരുന്ന എപ്പോഴായിരിക്കും, നമ്മുടെ വരവിനേക്കാൾ അതായത് വരുമാനത്തിനേക്കാൾ നമുക്ക് ചിലവ് കൂടിയിരുന്നാൽ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ എങ്ങനെയായിരിക്കും ഗവൺമെൻറ്റിന് നഷ്ടം വരുന്നത്, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സ് റവന്യൂവിനേക്കാൾ കൂടുതലാണ് എങ്കിൽ അതെന്തായിരിക്കും, അവിടെ ബജറ്റ് ഡെഫിസിറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ബജറ്റ് ഡെഫിസിറ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്, ബജറ്റ് ഡെഫിസിറ്റ് ഹാപ്പൻസ് വെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എക്സീഡ് ഓവർ their tax revenue, then we can call there occurs budget deficit. ഇനി രണ്ടാമത്തതാണ് ട്രേഡ് ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴേക്കും ട്രേഡിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് കയറ്റുമതി, മറ്റൊന്ന് ഇറക്കുമതി. അപ്പോൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും, ഇറക്കുമതി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ട്രേഡിൽ നമുക്ക് നഷ്ടം ഉണ്ടാകുന്ന എപ്പോഴായിരിക്കും, നമുക്ക് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ നമ്മുടെ ചിലവ് വരുമ്പോൾ. അപ്പോൾ ഇവിടെ ആരായിരിക്കും കൂടുതൽ, ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കൂടുന്നു, എന്ത് കുറയുന്നു, എക്സ്പോർട്ട് റവന്യൂ കുറയുന്നു. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എന്തായിരിക്കും, ട്രേഡ് ഡെഫിസിറ്റ് ഷോസ് ദ എക്സസ് ഓഫ് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ ഓവർ എക്സ്പോർട്ട് റവന്യൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കിയത് നമ്മുടെ നാഷണൽ ഇൻകം എന്താണ്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം, അതോടൊപ്പം നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മൾ കൺസ്യൂമർ ഗുഡ്സ്, കൺസപ്ഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. അതോടൊപ്പം നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എസ്സേക്ക് ഉൾപ്പെടുത്താൻ മാത്രമല്ല ഷോർട്ട് ആൻസർ ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.